Hi friends, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോംമെയ്ഡ് ആയിട്ട് എങ്ങനെയാണ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ കെച്ചപ്പിലോട്ട് വേണ്ടിയിട്ടുള്ള തക്കാളി ഞാൻ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ചെറിയ ഒരു ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് 2 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. അത് ഈ പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ചെറിയ പീസ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ ബീറ്റ്റൂട്ട് കഷ്ണങ്ങളാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 തൊട്ട് 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം. നമ്മുടെ മിക്സ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കൂളാവാൻ വെക്കാം. നമ്മുടെ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതൊരു ഗ്രൈൻഡറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് വറ്റിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിക്കായി വരുന്നുണ്ട്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ തിക്കായി വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിക്കായിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ചെറിയ അളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഡബിൾ ആക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ see you on my next video. Ta-da, bye bye.